ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്ന ഈ മൗലവിക്ക് ഒരു പ്രശ്ന. മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അത് പിടിച്ചു കാണിച്ചിട്ടില്ലേ? എന്നിട്ട് ഇപ്രാവശ്യം വന്ന് 2 ദിവസം വന്നിട്ട് പാട്ടും പാടി പോയല്ലേ മൗലവി? മറുപടി പറഞ്ഞോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറഞ്ഞതാണ്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അത് ഒറ്റ അക്ഷരനെ പറ്റി പറയാതെ പോയില്ലേ മൗലവി? നിങ്ങൾ നാദാവരുന്ന് പാട്ടും പാടിയിട്ട് അതൊന്ന് ചോട്ടവനെ. അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം വിദേശത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഞാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കട്ടുകളഞ്ഞു എന്ന് അയാൾ പറയും. ഞാൻ കട്ടതല്ല, അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല. എനിക്കത് കട്ടേണ്ട യാതൊരു ആവശ്യമില്ല. അയാൾ പറയുന്നത് ഞാൻ പെണ്ണുങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കണമെന്നാ പറഞ്ഞത്, ആണുങ്ങളെ പറ്റിയല്ല. പുരുഷന്മാരും നബി പഠിപ്പിച്ചതുപോലെ ചെയ്തു, സ്ത്രീകളും ചെയ്തു എന്ന് പറഞ്ഞാണ് അയാൾ തുടങ്ങുന്നത്. അപ്പൊ പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറയാതിരുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മുഖവും മുങ്കയും ഒഴിച്ചു മറക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു. അങ്ങനെ സ്ത്രീകൾ ആ നിലക്ക് മറച്ചു എന്നാണ് അദ്ദേഹം ദുബായിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ മൗലവിയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മുങ്കയും മുഖവും ഒഴിച്ചു മറക്കണം സ്ത്രീകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. മൗലവി വെറുതെ സാധാരണ ആൾക്കാർ പറയും പോലെ അകത്തെടുക്കുന്ന മഴു കൊണ്ടുവന്ന് കാലുമ്പലിട്ടു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യവും കൂടി എന്നോട് ചോദിപ്പിക്കാനാണ് മൗലവി വെല്ലുവിളി നടത്തിയത്. ആ വെല്ലുവിളി നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് തീർത്തും നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം. വെക്ക്. കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മുൻകൈ അതെന്തിനാ ഇയാൾ കട്ടത്? മുൻ കേൾക്കുന്നുണ്ട്. മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ മുഴുവനും? എന്തിനാ അങ്ങനെ കക്കുന്നത്? ഇയാൾക്ക് ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ എന്നാ ചോദിക്കുന്നത്. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈയും മുഖവുമൊഴികെ, മുൻകൈയും മുഖവുമൊഴികെ, മുൻകൈയും മുഖവുമൊഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണയങ്ങ് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ ക്ലാസ് കേൾക്കാൻ വന്നവരോട് നബി പറഞ്ഞു മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? മുങ്കയും മുഖവും അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് ഇസ്ലാമിന്റെ വേഷം ആക്കിയിട്ട് പോയി വന്ന ആളുകൾ ഇങ്ങനെ മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് നബി പറയുകയും എന്നിട്ട് ആ ക്ലാസ്സിൽ സ്ത്രീകൾ മുങ്കയും മുഖവും ഒഴിച്ചു മറച്ച് മടക്കി പോവുകയും ചെയ്ത സംഭവം അത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അത് മൗലവി വായിച്ച് ഇതുപോലെ CD-യിൽ അല്ല നിങ്ങളുടെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് 2 ദിവസം വന്ന് പാട്ടും പാടി പോയതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലവി കള്ളം പറഞ്ഞു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ക്ലിപ്പിട്ട് കാണിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞത്. എന്നിട്ടൊരക്ഷരം അതിനെപ്പറ്റി മിണ്ടാതെ ഒഴിഞ്ഞു മാറിയില്ലേ മൗലവി? ഇനിയും ആവർത്തിച്ച് ചോദിക്കുന്നു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? അത്തരം മൗലവിമാരുടെ വാക്ക് മൗലു അല്ലേ, തള്ളപ്പെട്ടതല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് തെളിവിന് സ്വീകരിക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ ഹദീസ് ഒന്ന് കാണിക്കൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് നിങ്ങൾ കാണിച്ചില്ലല്ലോ, പാട്ടും പാടി പോവുകയല്ലേ ചെയ്തത്. നിങ്ങളല്ലായിരുന്നോ നിങ്ങളെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മുൻകൈ എന്ന സ്ഥലത്തുനിന്ന് ഞാൻ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞൊരു കത്രിക വെച്ചിട്ട് കാണിച്ചിരുന്നത്? ഇപ്പം കത്രികയുടെ പണിയൊക്കെ നിർത്തിയോ മൗലവി? ചോദിക്കട്ടെ, എന്തേ മറുപടി പറയാതിരുന്നത്? ഞാനതിന്റെ വിശദമായ വിവരണവും നിങ്ങൾ കത്രിക വെച്ച് കാണിച്ചതിന്റെ ശരിയായ വിവരണവും നിങ്ങൾ എന്നെ ബാക്കി കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ബാക്കി ഞാൻ കേൾപ്പിച്ചു തന്നതും കഴിഞ്ഞ എന്റെ പ്രസംഗത്തിന്റെ CD-യിലില്ലേ? മൗലവി ഇപ്പോഴെന്തേ കത്രിക പണി നടക്കാത്തത്? എന്തേ അത് പറയാത്തത്? എന്തേ ഉൾവലിഞ്ഞു പോയത്? വിജയമില്ലെന്ന് കണ്ടിട്ടാണോ?
പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞിട്ട് ഞാനത് പിടിച്ചതിന്റെ പേരിൽ നാണക്കേടായിട്ടാണോ മൗലവി? ഇനിയൊരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെയും അള്ളാന്റെ റസൂലിന്റെയും പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിലായിരിക്കുന്നതിൽ വല്ല സംശയമുണ്ടോ? മൗലവി പച്ചക്കള്ളം അള്ളാന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞില്ലേ, മുങ്കയും മുഖവും ഒഴിച്ച് ബാക്കി മറിച്ചിട്ട് പോകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് എവിടെയെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞോ? എന്നാൽ അത്തരം ആളുകള് നരകത്തിലാണ് എന്ന്. നേരത്തെ നരകത്തിൽ കിടക്കുന്ന ഓർത്ത് കരഞ്ഞോലിന്ന് മൗലവി പറഞ്ഞു കേട്ടല്ലോ. നരകത്തിലാണ് എന്ന് മൗലവി പറയാം. അതൊന്ന് കേൾപ്പിച്ചെടുത്തേ. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത ഒരു സംഭവം, അതല്ലെങ്കിൽ റസൂല് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്? അത് ശരിയാണോ? അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നമ്മളോട് പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം സ്ഥാപിച്ചു കൊള്ളട്ടെ. മൻ ഖാല അലയ്യ മാ ലം അഖുൽ എന്നും റിവായത്തുണ്ട്, റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ പറയുന്നവന്റെ ഗതി എന്താണ്? അവൻ നരകത്തിൽ തന്നെയാണ്. അതാ മൗലവി നേരത്തെ പോലെ നരകത്തിൽ കിടക്കുന്നത് ഓർമ്മിച്ച് കരഞ്ഞോളി എന്ന് മുമ്പിൽ പറയാൻ കാരണം അതാ. കാരണം മൗലവി പറഞ്ഞു ഒന്നും നബി പറയാത്തതാണെന്ന് മൗലവിക്ക് തന്നെ അറിയാം. ഇനി അടുത്ത എന്താണെന്നറിയോ?